കുറേ നാളായി മസാല ദോശ കഴിച്ചിട്ട് അപ്പം ഞാൻ ഇന്ന് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മസാലയും നെയ് റോസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനായിട്ടോ. അപ്പോൾ ഒരു കോഫി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ ഇശലു ഇത് എല്ലായിടത്തും ബാക്കിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ഇശലുവിൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇത്, എല്ലായിടത്തും ബാക്കിലേക്ക് എറിയൽ. എന്ത് കിട്ടിയാലും ഉണ്ണി ആദ്യം ബാക്കിലേക്കാണ് എറിയുക, ഫ്രണ്ടിലേക്ക് എറിയൽ കുറവാണ്. കുറച്ച് നേരത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവളെ കൊണ്ട് മേലൊക്കെ കഴിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിച്ചു കേട്ടോ. കുറച്ച് നേരം ഞങ്ങളിനി സൈക്കിൾ ഓടിച്ച് നടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതേ ഒരു ലാവൻഡർ കളർ ഉടുപ്പാണ് ഇട്ടിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ വാട്ടർ ബോട്ടിലും ഇഷുവിൻ്റെ ഡ്രസ്സും സെയിം കളറായിരുന്നു കേട്ടോ. രണ്ടും കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്നതേ സൈക്കിളൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സൈക്കിൾ എടുത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഞങ്ങൾ നടക്കും കേട്ടോ. ഇശൽ ഇങ്ങനെ അതിലിരുന്ന് പോകാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇക്കുവിൻ്റെ കാറില്ലാത്ത കാരണം കുറച്ച് നേരമൊക്കെ ഇങ്ങനെ മുറ്റത്ത് കളിച്ച് നടക്കും. പിന്നെ ഞങ്ങൾ നേരെ റോട്ടിലേക്ക് ഇറങ്ങും. വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് കാറ്റും വെളിച്ചവും കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് ഒരു നല്ല രസമാണ് കേട്ടോ വൈകുന്നേരം. അപ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെ ഇശുവിനെ കൊണ്ട് നടക്കുമ്പോൾ ഒരു രസമാണ്. പിന്നെ ചിലപ്പോൾ ചേച്ചിമാർ നടക്കാനുണ്ടാവും, ഉണ്ണികൾ കളിക്കാനുണ്ടാവും. അങ്ങനെ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ കളികൾക്ക് ശേഷം ദേ ആൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പിടിച്ച് നടക്കും. ആൾ തന്നെ നടക്കാനായിട്ടില്ല കേട്ടോ, തന്നെ ഇങ്ങനെ നിൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, നടക്കാനൊന്നും ആയിട്ടില്ല. അങ്ങനെ കുറച്ച് നേരം നടന്നതിൻ്റെ ക്ഷീണത്തിൽ ആൾ ദേ ഇവിടെ ഇരിപ്പായിട്ടോ. ഇവിടെ ആണെങ്കിൽ നല്ല സൺലൈറ്റ് വരണ കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അവിടെ നിന്ന് 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇതേ വാപ്പിച്ച് ഒരു ഫോൺ കൊടുത്തപ്പോൾ ആൾ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. ഇതിന് മിക്കു വന്നിട്ടുണ്ടായി, പിന്നെ ഇക്കുവിൻ്റെ കൂടെ. പിന്നെ ഞങ്ങൾ ആരും വേണ്ടല്ലോ. ഇശലുവിന് ഇതേ ഒരു റോസാപ്പൂ കൊണ്ടുവന്നപ്പോൾ അത് കണ്ടിട്ട് ആളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യത്തിൽ ഇത് കൊണ്ടുവന്നത് എനിക്കാണ്, പിന്നെ ഇശലുവിനാണല്ലോ ആദ്യം എന്തും കൊണ്ടുവന്നാലും കൊടുക്കുക. അങ്ങനെ ഇശുവിനെ അതൊക്കെ കാണിച്ചിട്ട് പിന്നെ ഇക്കു നേരെ എനിക്കാണ് കേട്ടോ റോസാപ്പൂ തന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഈ ലവ് കാരണമാണ് എനിക്ക് ഈ റോസാപ്പൂ ഇക്കു കൊണ്ടുവന്നതെന്ന്. അതൊന്നല്ല കേട്ടോ, ലവ് ഉണ്ട് ഇല്ല എന്നല്ല. പക്ഷേ ഇത് വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഫ്ലവേഴ്സ് വേണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇക്കും അങ്ങനെ ഫ്ലവേഴ്സ് വല്ലതും കാണുകയാണെങ്കിൽ എനിക്ക് കൊണ്ടുവന്ന് തരും കേട്ടോ. അങ്ങനെ കൊണ്ടുവന്നതാണ്. പിന്നെ ഇത് 2 പേരും പാട്ട് വെച്ചിട്ട് നല്ല കളിയിലാണ്. പിന്നെ ഇത് എനിക്കൊരു സെൻറ്റർ ഫ്രഷും കൂടി തന്നിട്ടുണ്ടായി. അപ്പോൾ ശരി, ടാറ്റാ.